Dear students, welcome back to Plus One ED classes for VHSC and Commerce. ഇന്ന് നമ്മൾ ഇതൊരു രണ്ടാം പാർട്ടാണ്. ഇതിന് മുന്നേയുള്ള ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ ആദ്യം ചെയ്തിരുന്നു. ഇത് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടോടുകൂടി ആ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യും. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ, അതും കൂടെ നമുക്ക് നോക്കിപ്പോവാം. ഇതിൽ പറയാനുള്ളത് ഇൻട്രാപ്രണർ എന്താണ്. ഇൻട്രാപ്രണറും ഉണ്ട്, ഓൺട്രപ്രണറും. ഇപ്പം ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആളെ നമ്മൾ എന്താണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നു. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയാണ്. ഇയാൾക്ക് സ്വന്തമായിട്ടൊന്നും ബിസിനസ് ഒന്നും ഇല്ലാത്ത ആളാണ്. നമുക്കത് നോക്കാം. An entrepreneur is one who possesses all the qualities of an entrepreneur. അതായത് ഒരു ഓൺട്രപ്രണറിനുള്ള എല്ലാ ക്വാളിറ്റീസും, ഇത് ക്വാളിറ്റീസ് ആണേ, ക്വാളിറ്റീസും ആര് കാണിക്കും, ഒരു ഇൻട്രാപ്രണർ കാണിക്കും. പക്ഷേ അയാൾക്ക് സ്വന്തമായി എന്തില്ല, ഒരു ബിസിനസ്സിനെയാണ് വെഞ്ചൂർ എന്നും പറയാം. സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തില്ല, അയാൾക്കില്ല. അതാണ് ഇൻട്രാപ്രണറിന്റെ ഒരു മെയിൻ പോയിന്റ് ആയിട്ടുള്ളത്. ആൻഡ് entrepreneur is one who possesses all the qualities of an entrepreneur. ഒരു ഓൺട്രപ്രണറിന്റെ എല്ലാ ക്വാളിറ്റീസും അയാൾ എന്ത് ചെയ്യും, ഇൻട്രാപ്രണർ കാണിക്കും. എങ്കിലും അയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ഇല്ല, സ്വന്തമായിട്ടില്ല. ഇപ്പം അയാൾ ഈ ഇൻട്രാപ്രണർ കൂടുതൽ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഒരു സംഘടന എന്ന് വെച്ചാൽ അതിൽ കുറേ ആൾക്കാർ കാണും. അങ്ങനത്തെ കുറച്ച് പ്രവർത്തനങ്ങളിൽ ഇയാളുണ്ട്. പക്ഷെ ഇയാൾക്ക് സ്വന്തമായിട്ട് എന്തില്ല, ബിസിനസ്. അതാണ് ഇൻട്രാപ്രണർ. ഒന്നുകൂടെ നോക്കാം. An entrepreneur is one who possesses all the qualities of an entrepreneur but does not have a business or venture of his own. സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒന്നും ഇയാൾക്ക് എന്തില്ല, ഉണ്ടായിരിക്കില്ല. ഇനി എന്താണ് ഇൻട്രാപ്രണറിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. അതിൽ മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് രണ്ട് കുറെ ഉണ്ടായിരിക്കും. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോവാം. എളുപ്പമാണ്. ഇൻട്രാപ്രണറിനെ കുറിച്ച് മാത്രം പറയുന്ന മെയിൻ ഫീച്ചേഴ്സ് ആണ്. ദേ ആർ ഇൻബോൺ ടാലന്റ് ജസ്റ്റ് ലൈക്ക് ആൻ ഓൺട്രപ്രണർ. ഓൺട്രപ്രണറിനെ പോലെ തന്നെ ജന്മനാ കിട്ടിയ കുറെ കഴിവുകൾ ആർക്കുണ്ട്, ഇൻട്രാപ്രണറിനുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ വിഷനേഴ്സ് ആൻഡ് കറേജിയസ്, പെർഹാപ്സ് മോർ കറേജിയസ് താൻ എ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറെ കാട്ടിലും കൂടുതൽ ധൈര്യവും കൂടുതൽ എല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവും ആർക്കുണ്ട്, ഇൻട്രാപ്രണർ. പക്ഷെ ഇത് ഓൺട്രപ്രണറിന് ഉള്ള സാധനം തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടും കൂടുതലായിട്ട് ആർക്കുണ്ട്, ഇൻട്രാപ്രണറിന് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ദേ ആർ പ്രിപ്പയർഡ് ടു റൺ ദി ഷോ ഫോർ ദെയർ അച്ചീവ്മെന്റ്. എന്താണ്, അവര് എപ്പോഴും റെഡി ആയിരിക്കും. എന്താണ്, അയാളുടെ ജീവിത വിജയം നേടാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് വിജയിക്കാനും എല്ലാം അയാൾ എന്ത് ചെയ്യും, റെഡി ആയിട്ട് നിൽക്കും. ഒരു മടി എന്ത് ചെയ്യില്ല കാണിക്കുക. ദേ ആർ പ്രിപ്പയർഡ് ടു റൺ ദി ഷോ ഫോർ ദെയർ അച്ചീവ്മെന്റ്. അവരെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, തുണിഞ്ഞിറങ്ങുന്നവരായിരിക്കും. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ദേ ആർ ഫുള്ളി കമ്മിറ്റഡ് പ്രിപ്പയർഡ് ടു എവറിത്തിങ് ഫോർ ദ സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് അവരിപ്പോൾ ഒന്നിൽ ഇറങ്ങി ചെന്നാൽ അവരെന്ത് ചെയ്യും, ഫുള്ള് ആ കാര്യം എന്താണോ കാര്യം നടത്തിയിട്ട് എന്ത് ചെയ്യും, അതിൽ വിജയവും കണ്ടിട്ട് മാത്രമേ അവരെന്ത് ചെയ്യൂ, വരാറുള്ളൂ. അതായത് എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് ചെയ്യാനുള്ള മനസ്സും കാര്യവും എല്ലാം എന്തുണ്ട്, അവർക്കുണ്ട്. ആ ഒരു ഇതാണ് ഇൻട്രാപ്രണറിന്റെ ഒരു മെയിൻ ക്വാളിറ്റി ആയിട്ട് ഇവിടെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പം ഈ ഇൻട്രാപ്രണർ എന്ത് ചെയ്യാനും ഇപ്പൊ ഒരു മടി എന്ത് ചെയ്യില്ല, ഇയാളെ കാണിക്കില്ല, എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഈ 4 പോയിന്റ് ഒന്നും കൂടെ നോക്കാം. ദേ ആർ ഇൻബോൺ ടാലന്റ് ജസ്റ്റ് ലൈക്ക് ആൻ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറിന്റെ അതേ കഴിവുകൾ എന്താണ് ഇൻട്രപ്രണർ ഉണ്ട്. വിഷനേഴ്സ് ആണ്, കറേജിയസ്, പെർഹാപ്സ് മോർ കറേജിയസ് താൻ ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറിനെ കാട്ടിലും കൂടുതൽ ധൈര്യവും ശക്തിയും എല്ലാം ആർക്കുണ്ട്, ഇൻട്രാപ്രണറിനുണ്ട്. അയാൾ എന്ത് ചെയ്യും, ദേ ആർ പ്രിപ്പയർഡ് ടു റൺ ഷോ ഫോർ ദെയർ അച്ചീവ്മെന്റ്. അയാളുടെ ജീവിത വിജയം അല്ലെങ്കിൽ എന്ത് നേടാനും ഇയാൾ എന്ത് ചെയ്യും, തുനിഞ്ഞിറങ്ങും. ആ നേട്ടം നേടിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യൂ, തിരിച്ചു വരാറുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ദേ ആർ ഫുള്ളി കമ്മിറ്റഡ് പ്രിപ്പയർഡ് ടു എവറിത്തിങ് ഫോർ ദ സക്സസ് ഓഫ് ദി. ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന, ആ സംഘടനയിൽ എന്ത് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അതിനെ വിജയിപ്പിച്ചിട്ട് മാത്രമേ ഇയാൾ എന്ത് ചെയ്യുള്ളൂ, വരാറുള്ളൂ. ഇത്രയാണ് പറയുന്നത്. ഇനി ഈ ഇൻട്രാപ്രണറും പിന്നെ ഓൺട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 പോയിന്റ് വരുന്ന, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞ് ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ ആണ് നോക്കാം. ഫസ്റ്റ് ഓൺട്രപ്രണർ പറയുന്നുണ്ട്, പിന്നെ ഇൻട്രാപ്രണറും. ഫസ്റ്റ് ഓൺട്രപ്രണറിന്റെ ഒന്ന് നോക്കാം. രണ്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കാം. ആൻ ഓൺട്രപ്രണർ ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ഈ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ബിസിനസ്സിനെയാണ് അയാൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലെ ബിസിനസ്സിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഓപ്പറേഷൻസും പറഞ്ഞ് ഇവിടെ പറയുന്നുള്ളൂ. ആൻ ഓൺട്രപ്രണർ ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ
ഒരിക്കലും അയാൾ എന്ത് ചെയ്തില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഒരു ഓൺടർപ്രണർ അയാളെ ബിസിനസ് തുടങ്ങുക. അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം എന്ത് വന്നാലും നേരിടാൻ അയാൾ നല്ല ധൈര്യശാലിയായിട്ട് നിൽക്കും. ഒന്നിനും പിന്നോട്ടില്ല. അതാണ് ഇവിടെ. ആൻ ഓൺടർപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓപ്പറേഷൻ. അയാളുടെ ഓപ്പറേഷൻ എന്തായിരുന്നാലും അയാൾ അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, നിൽക്കുന്നു. അതിൽ അടുത്തത് ഇൻട്രാപ്രണറിനാണെങ്കിലോ, ഇൻട്രാപ്രണർ ഈസ് ഓൺലി സെമി ഇൻഡിപെൻഡൻറ്റ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അയാൾ എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം അയാൾ എന്താണ്, അയാൾക്ക് ബിസിനസ് ഇല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇയാളൊരു ഓർഗനൈസേഷൻ ആയിരിക്കും. ആ ഓർഗനൈസേഷനിൽ ഉള്ളി സെമി ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ മാത്രം അയാൾ എന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫുള്ളി എന്താണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഉള്ളി സെമി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻട്രാപ്രണേഴ്സ് നിൽക്കാറുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ഓൺടർപ്രണർ നോക്കുകയാണെങ്കിൽ ഓൺടർപ്രണർ റൈസ് ദി ഫണ്ട്സ് ഹിംസെൽഫ്. അതായത് ഓൺടർപ്രണറിന്റെ കയ്യിൽ നിന്ന് തന്നെ പണമൊക്കെ എടുത്ത് അയാളെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും, ഇറക്കാൻ ചെയ്യും. ഏതെങ്കിലും സാധനം വാങ്ങാനും എന്ത് മറ്റ് ആവശ്യങ്ങൾക്കായാലും സ്വന്തം കയ്യിലുള്ള പണം തന്നെ എടുത്ത് അയാൾ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ ഇൻട്രാപ്രണർ ആണെങ്കിലോ, ദി ഇൻട്രാപ്രണർ ഈസ് നോട്ട് സപ്പോർട്ട് ടു റൈസ് ദി ഫണ്ട്സ്. ഇൻട്രാപ്രണർ ഒരിക്കലും അയാളുടെ കയ്യിൽ നിന്ന് പൈസയോ അങ്ങനെയൊന്നും മുടക്കാറില്ല. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, മുന്നിൽ കാണും. സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ അങ്ങനെ ഇറക്കി ഒരിത് കൊണ്ടുപോകണം ആ ഒരു എന്താണ് ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഓൺടർപ്രണർ അങ്ങനെയല്ല. സ്വന്തം നിലയിൽ നിന്ന് തന്നെ അയാൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ ചെയ്ത് സ്വന്തം പണമായാലും മറ്റെന്തായാലും സ്വന്തം ഇതിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്യുന്നു. പക്ഷേ ഇൻട്രാപ്രണർ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഓൺടർപ്രണർ ഓപ്പറേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ്. എന്ന് വെച്ചാൽ ഓൺടർപ്രണർ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓൺടർപ്രണർ ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് മാത്രമല്ല അയാൾ ജോലി ചെയ്യുന്നത്. അയാൾ എങ്ങനെയാണ് പുറത്ത് നിന്ന് എന്ന് വെച്ചാൽ പുറത്ത് നിന്ന് പലരും ബിസിനസ് നടത്തിയ കഥകളും അവരെങ്ങനെയൊക്കെയാണ് നടത്തിയത് അതിൻ്റെയൊക്കെ ഇതെല്ലാം അറിഞ്ഞ് പുറത്ത് നിന്നും വന്നവരാണ് എന്താണ് ഓൺടർപ്രണർ ഓൺടർപ്രണർ ഓപ്പറേറ്റ്സ് ഫ്രം ഔട്ട്സൈഡിൽ നിന്ന് വന്നവരാണ് ഓൺടർപ്രണേഴ്സ്. പിന്നെ ഇൻട്രാപ്രണർ ഓപ്പറേറ്റ്സ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു ബിസിനസ് ഇല്ലാത്തവരാണ് ഓൺടർപ്രണർ. സോ അവർക്ക് ഓർഗനൈസേഷനേ ഉള്ളൂ. അപ്പം ഈ ഇൻട്രാപ്രണർ ഓപ്പറേറ്റ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യും, അയാളുടെ കാര്യങ്ങളും മറ്റും എന്ത് ചെയ്യും തീർക്കും. ബിസിനസ്സിൽ എന്ത് കാര്യങ്ങളായാലും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുക, അയാൾ പ്രവർത്തിച്ച് തീർക്കും. ലാസ്റ്റ് പോയിന്റ് ഓൺടർപ്രണറിൽ പറയുന്നത് ഇന്നോവേഷൻ ഐഡിയ ആർ എക്സ്പ്ലോർഡ് ബൈ ഇമാജിനേഷൻ. അതായത് ഇയാൾക്ക് കുറേ നവീകരിക്കാനുള്ള കുറേ ആശയങ്ങൾ വരും. കുറേ ആശയങ്ങൾ കൂടി ചേർന്ന് ഒരു നവീകരണ പ്രവർത്തനം ഏതിലേക്ക് കൊടുക്കുന്നു, അയാളെ ബിസിനസ്സിലേക്ക് കൊടുക്കുന്നു. ഈ പോയിന്റിൽ പറയുന്നത് ഇന്നോവേഷൻ ഐഡിയ ആർ എക്സ്പ്ലോർഡ് ബൈ ഇമാജിനേഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്യും, നല്ല വിസ്തീർണ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ഇനി ഇൻട്രാപ്രണറിൻ്റെ ആണെങ്കിലോ ഇന്നോവേഷൻ ഐഡിയ ആർ കോയിൻഡ് ബൈ പ്രാക്ടീസ് ആൻഡ് പ്രസൻറ്റ് ജോബ്. അയാൾ ഇപ്പോൾ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എന്തെങ്കിലും ആശയം പറയുമ്പോഴോ ആ സമയത്തായിരിക്കും ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയാസ് ഇയാൾക്ക് കിട്ടുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് ഇയാൾ ചിന്തിച്ച് എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തും മറ്റുമൊക്കെയാണ് എന്ത് ചെയ്ത് ഇന്നോവേഷൻ ഐഡിയ ഇൻട്രാപ്രണറിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഓൺടർപ്രണർ അങ്ങനെയല്ല. ഓൺടർപ്രണർ എന്ത് ചെയ്യും, അയാൾക്ക് പല സോഴ്സ് വഴി എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും പഠിച്ചറിഞ്ഞ് ഇമാജിനേഷൻ നടത്തി അതിൽ നിന്ന് വന്നാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നല്ല ഇതിൽ എന്ത് ചെയ്യും, വ്യാപ്തിയിൽ എന്ത് ചെയ്യും, അയാൾക്ക് കിട്ടുന്നു. അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ ഡിഫറൻസ് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം, പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് ഓൺടർപ്രണർഷിപ്പ് എന്താണ്. ഇപ്പം നമ്മൾ എന്താണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്താണ്, ഒരു തുടങ്ങുന്ന ആളിനെ നമ്മൾ എന്താണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. പക്ഷേ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ബിസിനസ്സിനെയാണ് ഈ സംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംരംഭം തുടങ്ങുന്ന ആളിനെ എന്തെന്നും പറയുന്നു, ഓൺടർപ്രണർ എന്നും പറയുന്നു. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഓൺടർപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ബർത്ത് ടു എ ന്യൂ എൻ്റർപ്രൈസ്. ഇവിടെ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവാം, ബിസിനസ് എന്ന് പറയാം, അതിനെ വെഞ്ചുറന്നോ എന്ത് വേണം പറയാം. ആസ് വെൽ ആസ് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് ഓൺടർപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ബർത്ത് ടു എ ന്യൂ എൻ്റർപ്രൈസ്. അതായത് ഒരു പുതിയ സംരംഭത്തിന് ജന്മം നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ആസ് വെൽ അതുകൂടാതെ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരാൾക്ക് വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ എന്താണ് ജോലിക്ക് ആൾക്കാരെ വേണം. അപ്പോൾ അവിടെ എന്തും കൂടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതൊരു നല്ല കാര്യമല്ലേ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടെ എന്ത് ചെയ്യുന്നു, തുറന്നു നൽകപ്പെടുന്നു. ദെൻ അടുത്തത് ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ മഞ്ഞ കളറിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഓൺടർപ്രണർ പ്ലസ് എൻ്റർപ്രൈസ് ഈക്വൽ ടു ഓൺടർപ്രണർഷിപ്പ്. ഇത് 1 വേർഡ് ചോദിക്കുമ്പം ഇപ്പം നമുക്ക് ഓൺടർപ്രണർഷിപ്പ് തന്നിട്ട് ഈക്വൽ ടു ബാക്കി 2 നമ്മൾ അപ്പം ഓൺടർപ്രണർ പ്ലസ്
എന്റർപ്രൈസ് ഈക്വൽ ടു ഓൺടർപ്രണർഷിപ്പ്. അതായത് ഓൺടർപ്രണർ എന്ന് പറയുന്ന ആരാണ്? ഒരു സംരംഭകൻ. അയാൾ എന്ത് ഒരു എന്റർപ്രൈസ്, അതൊരു ബിസിനസ്സിനെയൊക്കെയാണ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്, വലിയ എന്റർപ്രൈസ്. അപ്പം ആ എന്റർപ്രൈസ് എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. ഈക്വൽ ടു എന്താണ്? അതാണ് ഓൺടർപ്രണർഷിപ്പ്. ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടായാൽ എന്തുണ്ടാവും? ഓൺടർപ്രണർഷിപ്പ് ഉണ്ടാവും എന്ന് പറയാം. ചെറുതായിട്ട് ഇങ്ങനെ വെറുതെ നോക്കി വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഈ ഓൺടർപ്രണറും തരും, ഓൺടർപ്രണർഷിപ്പും തരും. നടുക്കുള്ളത് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞ് അതെന്താണ്? എന്റർപ്രൈസ് നമ്മൾ എഴുതിക്കണം. എന്റർപ്രൈസ് എന്താണ്? സംരംഭമാണ്. ഓൺടർപ്രണർ സംരംഭകനാണ്. എന്റർപ്രൈസ് സംരംഭം. ഇത് ഓൺടർപ്രണർഷിപ്പ് ആയാലും എന്റർപ്രൈസ് ആയാലും രണ്ടും ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ഡെഫിനിഷൻ ഓഫ് ഓൺടർപ്രണർഷിപ്പ്. ഇത് പല ആൾക്കാരും പറയുന്ന ഡെഫിനിഷൻ ആണ്. അപ്പം ഇതിൽ ഒരാൾ പറഞ്ഞ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ചിലപ്പോൾ ഇത് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല, ചിലപ്പം അല്ലാതെ 2 മാർക്കിന് ചോദിച്ചാലും എങ്കിലും നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. ഇത് ഒരു വ്യക്തി പറഞ്ഞ ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ പഠിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ഇത് എളുപ്പമാണ് പഠിക്കാൻ. എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. എച്ച് കോളി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ്. അതായത് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് എച്ച് കോളി എന്നുള്ള വ്യക്തി എന്താണ് പറയുന്നത് നോക്കാം. Entrepreneurship is the purposeful activity of an individual or a group of associated individuals. Entrepreneurship എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനം, ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുന്നു വെച്ചാൽ ഒരു എന്റർപ്രൈസ് അയാൾ തുടങ്ങുന്നു. അതായത് ഒരു എന്റർപ്രൈസിന് ഒരു പുതിയൊരു ജന്മം നൽകുന്നു. അതാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം അതില് ഓൺടർപ്രണർഷിപ്പ് ഈസ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓഫ് എ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന ഒരു അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽസിനോ ഒരു അനുയോജ്യമായ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു നടപ്പാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഓൺടർപ്രണർഷിപ്പ്. അണ്ടർടേക്കൻ ടു ഇനീഷ്യേറ്റീവ്. അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽസ് അതിനെ എന്ത് ചെയ്യുന്നു? ഏറ്റെടുത്ത് ചെയ്യുന്നു. അണ്ടർടേക്കൻ ടു ഇനീഷ്യേറ്റ്, അതിന് തുടക്കം കുറിക്കുന്നു. ആ സ്ഥാപനത്തിനെ തുടക്കം കുറിച്ചിട്ട് മെയിൻറ്റെയിൻ ഓർ ഓർഗനൈസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് യൂണിറ്റ് ഫോർ പ്രൊഡക്ഷൻ. എന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങി, എന്നിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുന്ന ആയിരിക്കും ബിസിനസ് കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷനാണ്. അതിൽ നിന്ന് ഇപ്പോൾ ബിസിനസ് എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ നടത്തി അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാഭവും അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റ് എന്ത് ചെയ്യും? അവർ കടയിൽ കൊണ്ടുകൊടുത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ് അതാണ് പറയുന്നത്. ഒന്നും കൂടെ നോക്കാം. മെയിൻറ്റെയിൻ ഓർഗനൈസ് പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് യൂണിറ്റ് ഫോർ പ്രൊഡക്ഷൻ. എന്ത് പ്രൊഡക്ഷൻ നടത്തുന്നു? പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റ് കുറേ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ചെയ്തു. അതിൽ നിന്നും ഇവർക്ക് എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷൻ ചെയ്ത ആൾക്കാർക്ക് കുറച്ച് പ്രോഫിറ്റും കൂടെ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു ബിസിനസ് തുടങ്ങിയ ശേഷം അത് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? കടകളിൽ വിൽക്കുന്നു. ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസ്. അതെന്ത് ഗുഡ്സ് ആയാലും അതെന്ത് ചെയ്യുന്നു? കടയിൽ കൊടുത്ത് വിൽക്കുന്നു. അതിൽ നിന്ന് എന്താണ് ഇവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് വെച്ചാൽ കുറച്ച് ലാഭം എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നു. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? ഓൺടർപ്രണർഷിപ്പ് ഈസ് ദ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽസിനോ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഓൺടർപ്രണർഷിപ്പ്. അത് ഏറ്റെടുത്ത് എന്ത് ചെയ്യുന്നു? തുടക്കം കുറിക്കുകയും മെയിൻറ്റെയിൻ ഓർഗനൈസ് പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് യൂണിറ്റാക്കി മാറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്നിട്ട് നമ്മൾക്കിടയിൽ നിന്ന് അതിനെ എന്ത് ചെയ്തു? എക്കണോമിക് ഗുഡ്സിനെയും സർവീസിനെയൊക്കെ തന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ലാഭം കൊയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ചെറിയ ഡെഫിനിഷൻ. ഇനി അടുത്തത് ഓൺടർപ്രണർഷിപ്പ് പ്രോസസ്സാണ്. ഇതിൽ കുറച്ച് പ്രോസസ്സ്, അതായത് ഇതിൽ 3 പ്രോസസ്സാണുള്ളത്. അതിൽ 2 പ്രോസസ്സിനെ ഡിവൈഡ് അത് ഞാൻ പറയാം. നമുക്ക് നോക്കാം. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ ആൻ എൻ്റർപ്രൈസ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 3. അതായത് ഇപ്പം ഒരു എൻ്റർപ്രൈസ് ഇട്ടൊക്കെയാണ്. അപ്പം അതിനെ നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഓൺടർപ്രണർഷിപ്പ് പ്രോസസ്സിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓൺടർപ്രണറിയൽ ജോബ്, പ്രൊമോഷൻ, ഓപ്പറേഷൻ. ഈ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓൺടർപ്രണറിയൽ ജോബിൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓൺടർപ്രണറിയൽ ജോബിൽ ഐഡിയ ജനറേഷൻ എന്നും പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പോയിന്റിലും ഫസ്റ്റത്തേൽ 3 സ്റ്റെപ്സും രണ്ടാമത്തേൽ 2 സ്റ്റെപ്സും വീതമാണ് വരുന്നത്. അതായത് ഫസ്റ്റത്തെ ഈ ഓൺടർപ്രണറിയൽ ജോബുണ്ട്, പ്രൊമോഷൻ ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഈ ഫസ്റ്റത്തെ ആളിനെ ഓൺടർപ്രണറിയൽ ജോബിനെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2 പോയിന്റാണ് ഐഡിയ ജനറേഷനും പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി, അല്ലെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഈ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഈ മെയിൻ പോയിന്റിൽ വീണ്ടും അവരെന്ത് ചെയ്യുന്നു? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 സ്റ്റെപ്പ് ഉണ്ട്. അടുത്ത രണ്ടാമത്തെ പോയിന്റിൽ 2 സ്റ്റെപ്പ്. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പം സാധ്യത പഠനം. ഇനി ഇത് ഒന്ന് വിശദീകരിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ
ഐഡിയ ജനറേഷൻ നമ്മളിവിടെ പറഞ്ഞതിൽ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഫസ്റ്റ് ഈ മെയിൻ ഹെഡിങ്ങിലെ ഐഡിയ ജനറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജെർമിനേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ, ഏറ്റവും ലാസ്റ്റ് എന്നാണ് ഇൻക്യുബേഷൻ. ഈ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ജെർമിനേഷൻ എന്ന് വെച്ചാണ് നമുക്ക് നോക്കാം. ജെർമിനേഷൻ ഈസ് റെഫേഴ്സ് ടു ദ ജെർമിനേഷൻ ഓർ ഓർഗനൈസേഷൻ ഓഫ് ആൻ ഐഡിയ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഓൺടർപ്രണർ. എന്താണ് ദിസ് ഇസ് റെഫേഴ്സ് ടു ജെർമിനേഷൻ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നു. ഒരു ഓൺടർപ്രണറുടെ അല്ലെങ്കിൽ അയാളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുന്നു. ആ ഐഡിയ എന്ത് ചെയ്തു, ആ ഐഡിയ വെച്ചുകൊണ്ട് അയാളെ ബിസിനസ്സിലേക്ക് അത് കൊടുക്കുമ്പോൾ നല്ല വളർച്ച ഉണ്ടാവുന്നു. ഇതിൽ ജെർമിനേഷൻ ഓഫ് ഓർഗനൈസേഷൻ, ഇവിടെ ജെർമിനേഷൻ അല്ലെങ്കിൽ ഒറിജിനേഷൻ ആണ്. ജെർമിനേഷൻ ഓർ ഒറിജിനേഷൻ അതായത് ഒരു ഓൺടർപ്രണറിന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുന്നു. ആ ഐഡിയ വെച്ചുകൊണ്ട് തന്നെ അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇനി ബാക്കി പറയാം. മോസ്റ്റ് ക്രിയേറ്റീവ് ഐഡിയ ക്യാൻ ബി ലിങ്ക്ഡ് ടു എ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ് ഓർ ക്യൂരിയോസിറ്റി അബൌട്ട് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ സ്റ്റഡി ഓഫ് ഏരിയ. ഇതിൽ അയാൾക്ക് ഒരു ഓൺടർപ്രണറുടെ മനസ്സിൽ മൈൻഡിൽ എന്താണ് പലതരത്തിലുള്ള ഐഡിയാസ് വരും. അതിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്തു എടുക്കുന്നു. ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മറ്റ് ഈ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പം എന്തെടുക്കാം, നമുക്ക് ഇപ്പം ഷൂസ് എടുക്കാം. ഷൂസ് ഇപ്പം അവരുടെ കളറിനും അവരുടെ സെൻസിനും ഒക്കെ അതായത് കസ്റ്റമേഴ്സിന്റെ സെൻസിനും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള എന്താണ് സാധനങ്ങളാണെങ്കിൽ അവർ വാങ്ങും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വാങ്ങും ഇല്ല. അപ്പം അതിനനുസരിച്ചുള്ള ക്രിയേറ്റീവ് ഐഡിയ ആര് കണ്ടെത്തുന്നു, ഈ ഓൺടർപ്രണർ കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്യുന്നു, അയാൾ ആ ഒരു ഐഡിയ അയാളെ ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ഇപ്പം മോഡേൺ ഷൂ ആണെങ്കിൽ അങ്ങനെ, ഡ്രസ്സാണെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഐഡിയാസ് അങ്ങേര് എന്ത് ചെയ്യുന്നു, ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. മോസ്റ്റ് ക്രിയേറ്റീവ് ഐഡിയ ക്യാൻ ബി ലിങ്ക്ഡ് ടു എ ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ്. അതായത് ഈ ഓൺടർപ്രണർ കാണുന്ന ഐഡിയ ആരുമായിട്ട് ലിങ്ക് ആയിരിക്കും, മറ്റ് ഈ വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ നമ്മളെ പുറത്തുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്തുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ഐഡിയ ആയിരിക്കും ഓൺടർപ്രണർ ഉണ്ടായിരിക്കുക. അതെന്ത് ചെയ്യുന്നു, അയാളുടെ ആ ഒരു ഐഡിയ അയാളുടെ ബിസിനസ്സിലേക്ക് ഇട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അതിൽ വിജയിക്കുന്നു. ക്യൂരിയോസിറ്റി അബൌട്ട് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി. ഇവിടെ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇപ്പം ചിലപ്പോൾ ഈ ഏരിയയിൽ ചിലപ്പോൾ ഷൂസിൻ്റെ ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അത് നമ്മുടെയും കൂടെ ഇഷ്ടത്തിന് പ്രകാരം എന്ത് ചെയ്യുന്നു, ഇഷ്ടത്തിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്ഷൻ നടത്തി ആ കടയിൽ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഇത്രയേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് ജെർമിനേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ. അതായത് ഇയാൾ നമ്മുടെ ഓൺടർപ്രണർ ആണെങ്കിൽ നല്ല ഇതിൽ എന്ത് ചെയ്തു, അയാളെ മൈൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വെച്ച് അയാൾ എന്ത് ചെയ്തു, പുതിയ എന്തോ പ്രോഡക്റ്റ് അയാളെ ബിസിനസ്സിൽ കൊണ്ടുവന്നു. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് അയാളുടെ ബിസിനസ്സിൽ പുതിയൊരു എന്ത് ചെയ്തത് പ്രോഡക്റ്റ് കൊണ്ടുവന്നത്. ഇനി പ്രിപ്പറേഷനിൽ പറയുന്നത് ആഫ്റ്റർ ക്യൂരിയോസിറ്റി ഹാസ് ടേക്കൺ ദി ഷേപ്പ് ഓഫ് എ ഫോക്കസ്ഡ് ഐഡിയ. അങ്ങനെ നല്ല ആകാംക്ഷയോടെ എന്ത് ചെയ്തു, ഏതോ ഒരു ഐഡിയ കണ്ടെത്തി ആ ഐഡിയ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. ക്രിയേറ്റീവ് പീപ്പിൾ സ്റ്റാർട്ട് റിസർച്ച്. ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഈ വരി തൊട്ട്. ക്രിയേറ്റീവ് പീപ്പിൾ സ്റ്റാർട്ട് എ സെർച്ച് ഫോർ ന്യൂ ആൻസർ ടു ദ പ്രോബ്ലം എന്ന് പറയാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ. കുറേ ഇപ്പം പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും. അപ്പം അവർക്ക് രണ്ട് മൈൻഡ് ആയിരിക്കും. ഇപ്പം നമ്മളെടുക്കണമെങ്കിൽ പുതിയ ഇതിലായിരിക്കും നമ്മൾ പോകുന്നത്, പക്ഷെ പഴയ ആൾക്കാർ നമ്മളിവിടെ വരണമെന്ന് ഇല്ല. ക്രിയേറ്റീവ് പീപ്പിൾ സ്റ്റാർട്ട് എ സെർച്ച് ഫോർ ആൻസേഴ്സ് ടു ദ പ്രോബ്ലംസ്. പഴയ ആൾക്കാർ ഇപ്പം പുതിയ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അയാളിപ്പം പഴയ സാധനം കാണുമ്പോൾ അതൊന്നും അത്ര പോരാ, അയാൾക്ക് പുതിയതിനോടായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇഷ്ടം. അപ്പം അയാൾ ഇത് പറയുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അർത്ഥമാക്കുന്നത് എന്താണ്, ക്രിയേറ്റീവ് പീപ്പിൾ സ്റ്റാർട്ട് സെർച്ച് ഫോർ ആൻസർ എന്ന് പറയുമ്പം ഇപ്പം ഒരാൾ കട തുടങ്ങുന്നു. ഇപ്പോൾ ഒരു ഓൺടർപ്രണർ എന്ത് ചെയ്യുക, അയാൾക്ക് അതായത് നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അയാൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി ചെയ്യുക. അത് ഡ്രസ്സായാലും ശരി, ചിലപ്പം ഡ്രസ്സാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, അതൊക്കെയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ആഫ്റ്റർ ക്യൂരിയോസിറ്റി ഹാസ് ടേക്കൺ ദി ഷേപ്പ് ഓഫ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടൊരു പോയിന്റ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇനി ഇൻവെന്റേഴ്സ് മീൻസ് എന്താണ്, കണ്ടുപിടുത്തകർ അല്ലെ. ഇൻവെന്റേഴ്സ് വിൽ ഗോ ഓൺ ഫോർ സെറ്റിംഗ് അപ്പ് ലബോറട്ടറീസ്. ഈ കണ്ടുപിടുത്തക്കാരെന്ത് ചെയ്യും, ലബോറട്ടറീസ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും. കാരണം അവർക്ക് ലബോറട്ടറീസ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ അതുവഴി കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം അതുപോലെയാണ് ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് ആവാം, വേറെ എന്തെങ്കിലും ആവാം. ഡിസൈനേഴ്സ് വിൽ തിങ്ക് ഓഫ് എഞ്ചിനീയറിംഗ് ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് ആൻഡ് മാർക്കറ്റ് വിൽ സ്റ്റഡി കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റ്സ്. ഡിസൈനേഴ്സ് വിൽ തിങ്ക് ഓഫ് എഞ്ചിനീയർ. അപ്പം ഡിസൈനേഴ്സ് ചിന്തിക്കുന്നത് എങ്ങനെ അയാൾക്ക് എഞ്ചിനീയർ ന്യൂ പ്രോഡക്റ്റ് ഐഡിയാസ് എങ്ങനെ
പുതിയ പ്രോഡക്റ്റിന്റെ ഐഡിയാസ് ഒക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കിയെടുക്കാം എന്നായിരിക്കും ഡിസൈനേഴ്സ് എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്നത്. ആൻഡ് മാർക്കറ്റേഴ്സ് വിൽ സ്റ്റഡി, ഇതിലെ കച്ചവടക്കാർ എന്ത് ചിന്തിക്കുന്നു, സ്റ്റഡി ദി കൺസ്യൂമർ ബേയിങ് ഹാബിറ്റ്സ്. എന്താണ് മാർക്കറ്റേഴ്സ് എന്ത് മനസ്സിലാക്കുന്നത്, കൺസ്യൂമർ എന്ന് പറയുമ്പം ഇവിടെ വാങ്ങാൻ വരുന്ന ആൾക്കാരനെയാണ് കൺസ്യൂമർ. അയാളുടെ കൺസ്യൂമറിന് എങ്ങനെയൊക്കെയാണോ വാങ്ങുന്നത്, അയാളുടെ കൺസ്യൂമറിന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതെല്ലാം എന്ത് ചെയ്യുന്നു പഠിച്ച് എന്ത് ചെയ്യുന്നു വെച്ചേക്കുന്നു. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ പ്രിപ്പറേഷനിൽ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കണ്ടതാണ്, ആഫ്റ്റർ ക്യൂരിയോസിറ്റി ഹാസ് ടേക്കൺ ദി ഷേപ്പ് ഓഫ് എ ഫോക്കസ്ഡ് ഐഡിയ എന്താണോ അതിനെ ക്യൂരിയോസിറ്റിയോടെ ഏറ്റെടുത്ത് അതിൽ നിന്ന് മുൻകൂട്ടി കാണുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് എ സെർച്ച്, ഒരു അന്വേഷണം വയ്ക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഉടുപ്പിൻ്റെതായാലും ഡ്രസ്സിൻ്റെ ആയാലും പഴയ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് ആരാണ് നമ്മളാണ് തീരുമാനിക്കുക. അപ്പം ഈ കച്ചവടക്കാർ പലതും പറയും, പഴയ ഒരു ഉടുപ്പായിരിക്കും, അത് പുതിയതാണ്, പുതിയ മോഡലാണ് എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് വേണോ വേണ്ടയോ എന്നൊക്കെ അതിൻ്റെ വേണോ വേണ്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ വിൽക്കുന്ന ആൾ എന്ത് പറയും, ഈ പ്രോഡക്റ്റ് നല്ലൊരു ഉടുപ്പാണ്, കുറേ ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ച് നമ്മൾ പറയുന്ന പ്രോബ്ലം എന്ന് പറയുമ്പം എന്താണ്, ഇത് പഴയതല്ല, ഇത് ഔട്ട് ഓഫ് ട്രെൻഡ് അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതിന് തക്ക ഉത്തരം ആര് നമുക്ക് തരും, ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിങ്ങനെ നമുക്ക് അതിന് തക്ക ഉത്തരം തരുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ തോന്നും, വാങ്ങാൻ തോന്നും. ഇത് അത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ എന്ന് പറയുമ്പം ഡ്യൂറിങ് ദിസ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ ദി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഐഡിയ ഈസ് കോർഡിനേറ്റഡ് ഗിവ് എ ഫൈനൽ ഷേപ്പ് ഓഫ് ദി. ലാസ്റ്റ് പോയിന്റിൽ ഇപ്പം പല ഐഡിയകളും വന്നു. ഇപ്പം എന്താണ് ഇപ്പൊ ബിസ്ക്കറ്റ് കച്ചവടമാവാം, തുണി കച്ചവടമാവാം, അങ്ങനെ എന്തും ആവാം. അങ്ങനെ പല ഐഡിയാസും ഈ ഒരു ഓണ്ടർപ്രണറിന്റെ മനസ്സിൽ വന്നു. അതിനെയെല്ലാം കോർത്തിണക്കിയിട്ട് ഒരു ഫൈനൽ ഷേപ്പ് എന്താണ് ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. അതാണ് ഇൻക്യുബേഷൻ. ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഒറ്റ ഇതിലാക്കുന്നു. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഐഡിയകളെല്ലാം കോർത്തിണക്കി ഒരു ഫൈനൽ ഷേപ്പ് എന്ത് ചെയ്യുന്നു അതിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇതിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓണ്ടർപ്രണറിയൽ ജോബിനെ കുറിച്ചാണ്. ഐഡിയ ജനറേഷന്, പ്രിപ്പറേഷനും ഫീസിബിലിറ്റി സ്റ്റഡിയായിട്ട് തിരിച്ചു. അതിൽ ഐഡിയ ജനറേഷന് 3 പോയിന്റ്, ജെർമിനേഷൻ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഈ 3 പോയിന്റ് ആണ്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് എന്താണ്, ഫീസിബിലിറ്റി ഓഫ് സ്റ്റഡിയെ 2 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ആ 2 സ്റ്റെപ്പും കൂടെ നമുക്ക് ഒന്ന് പഠിക്കണം. ഓക്കെ, ഇനി ഫീസിബിലിറ്റി സ്റ്റഡി ആയിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുള്ള. ഫസ്റ്റ് വൺ ഇലുമിനേഷൻ, രണ്ടാമത്തത് വെരിഫിക്കേഷൻ. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി ജനറേഷൻ ഓഫ് ആൻ ഐഡിയ. ഇതിൽ പറയുന്നത് ഇത് വേറെ അത് വേറെ ആയിട്ടാണ്. അപ്പം ഒരു ഐഡിയ എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. ദിസ് സ്റ്റേജ് വെൻ ദി ഐഡിയ തോട്ട് ആസ് എ റിയലിസ്റ്റിക് ക്രിയേഷൻ. അതായത് ഒരു ഓണ്ടർപ്രണറിന്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായി. ഈ ഐഡിയ വെച്ചുകൊണ്ട് തന്നെ ഈ ഐഡിയ ഇപ്പം ഒരു തുണിക്കട എന്ന് പറയുന്ന ഐഡിയ, ആ ഐഡിയ ചുമ്മാ മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, അത് നടപ്പാക്കണം. അയാൾ എന്ത് ചെയ്യും, റിയലിസ്റ്റിക് ക്രിയേഷൻ ആക്കി എന്ത് ചെയ്തു, എടുത്തു. ദി സ്റ്റേജ് ഓഫ് ദി ബ്ലോസമിങ് ഈസ് ദ ക്രിട്ടിക്കൽ ബിക്കോസ് ഐഡിയ ബൈ ദംസെൽഫ് ഹാവ് നോ മീനിങ്. ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ആ ഐഡിയ എടുത്തുകൊണ്ട് അത്രയും ഇപ്പം അയാൾക്ക് തോന്നി തുണിക്കട നല്ലതായിരിക്കും, തുണിക്കട തുടങ്ങി എനിക്ക് രക്ഷപ്പെടാം എന്നൊക്കെ അയാൾ വിചാരിക്കും. അപ്പം ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നു, ഏതൊരു സ്റ്റേജിലും മറികടക്കാൻ വേണ്ടി ആ ഒരു ഐഡിയ എടുത്തുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു, മുന്നേറും. ബിക്കോസ് ഐഡിയ ബൈ ദംസെൽഫ് ഹാവ്സ്, അതായത് നമ്മൾ പലതരത്തിലുള്ള ഐഡിയാസ് വരും, പക്ഷെ അതിനൊരു അർത്ഥവും കാണില്ല. എന്ന് പറയുമ്പം നമ്മുടെ മനസ്സാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ തട്ടുകട തുടങ്ങണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ചെരുപ്പ് കട, വല്ല ബക്കറ്റ് കട, TV കട, അങ്ങനെ എന്ത് ഷോറൂം ആയാലും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് പല ഐഡിയാസും വരെയുണ്ട്. എല്ലാ ഐഡിയാസും നമുക്ക് ഇപ്പോൾ വലിയ ഷോറൂം, അത് നമ്മൾ മനസ്സിൽ വരെയുണ്ട്. പക്ഷെ അത് നടപ്പാക്കാൻ നമ്മളെ കൊണ്ട് അത്രയും പൈസയൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ മീനിങ്, ഒരു അർത്ഥവും ഇല്ല. എന്ന് പറയാൻ ഇപ്പോൾ വലിയ ഷോറൂം നടത്തുമെന്ന് നമ്മൾ മനസ്സിൽ ഐഡിയ വന്നു, പക്ഷെ അത് നടക്കും. വലിയ ഷോറൂം ഒക്കെ അത് കുറച്ചും കൂടെ പണക്കാർക്ക് പറ്റിയതല്ലേ. അപ്പം നമ്മുടേതായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു മീനിങ് ഇല്ല, എന്ന് വെച്ചാൽ നമുക്ക് പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് നോ മീനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്റ്റേജ് ഓഫ് ഐഡിയ ബ്ലോസം ഈസ് ക്രിട്ടിക്കായിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇത്രത്തോളമുള്ള ഐഡിയാസ് വരും. ബിക്കോസ് ഐഡിയ ബൈ ദംസെൽഫ് ഹാവ് നോ മീനിങ്. അതിൽ നിന്നുണ്ടാവുന്ന ഐഡിയകൾക്ക് ചിലതിനൊന്നും നോ മീനിങ്, ഒരു അർത്ഥവും ഉണ്ടാകുന്നില്ല. അപ്പം ആഫ്റ്റർ ദ ജനറേഷൻ ഓഫ് ആൻ ഐഡിയ
ദിസ് ഈസ് ദ സ്റ്റേജ് വെൻ ദി ഐഡിയസ്, അതായത് ഒരു ഐഡിയ നമ്മൾ ചിന്തിച്ചു, ആ ഐഡിയ നമ്മൾ എന്ത് ചെയ്തു, ചിന്തിച്ചിട്ട് എന്താണ് റിയലിസ്റ്റിക് ക്രിയേഷൻ ആക്കി നമ്മളെ ബിസിനസ്സിലേക്ക് ഇട്ടു. പക്ഷേ വലിയ വലിയ വേറെ വലിയ ഐഡിയാസും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ക്രിറ്റിക്കലായിട്ട്, ഇവിടെ ക്രിറ്റിക്കൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ വലിയൊരു എന്ത് ചെയ്യുക, വലിയൊരു ഷോറൂം തുടങ്ങുക, അത് ക്രിറ്റിക്കൽ വലിയൊരു പ്രയാസപ്പെട്ട ഒരു ഐഡിയ തന്നെയാണ്. അപ്പം അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്നതല്ല. അപ്പം അതിനെന്താണ് സെൽഫ് അതിൽ നിന്നുകൊണ്ട് തന്നെ ദേ ഹാവ് നോ മീനിങ്, അതിനൊരർത്ഥം, ആ ഐഡിയ ചിന്തിച്ച് വെച്ചോണ്ട് ഒരർത്ഥവും ഇല്ല, അത് നടക്കാനും പോകുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്, സാധ്യതാ പഠനം, അതായത് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, വെരിഫിക്കേഷൻ. അറ്റ് ദിസ് സ്റ്റേജ് ഐഡിയ ഈസ് വെരിഫൈഡ് ടു സീ വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ആപ്ലിക്കേഷൻ. അതായത് നമുക്കിപ്പോൾ തുണിക്കടയാണെന്ന് വെച്ചോ, ആ തുണിക്കട ഐഡിയ ഓക്കെ വെരിഫൈ ചെയ്തു, അതായത് ഞാൻ ഇത് നടത്തും, ഇനി ഇത് എവിടെ ആപ്ലിക്കബിൾ ആകുമെന്ന് നമ്മൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതിന് ഒരു തുണിക്കട എവിടെ തുടങ്ങും, നമുക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൻ്റെ എവിടെയെങ്കിലും തുടങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ആൾക്കാരും പേരും ഉള്ള ഒരു സ്ഥലത്ത് തുടങ്ങി അത്രത്തോളം എന്താണ് കച്ചവടം കിട്ടും. അപ്പം തുണിക്കടയില്ലേ, അപ്പം അത് ഇപ്പം മഴയൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനത്തെ ഒതുങ്ങിയ സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് എവിടെയാണോ ഇത് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അത് ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം എന്ത് ചെയ്തു നോക്കുന്നത്. ഐഡിയ വെരിഫിക്കേഷന് ശേഷം എന്ത് ചെയ്തു, ഈ ഒരു ഐഡിയ വെച്ച് എനിക്കത് നടപ്പാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കോഴ്സ് ചെയ്യാണ്. അടുത്ത്, യൂസ് ഫോർ സൊസൈറ്റി ആൻഡ് ടു ദ ഓണ്ടർപ്രണർ ഈസ് എൻഷുർഡ്. അതായത് സൊസൈറ്റി എന്ത് ചെയ്യും, ഇവര് ഇപ്പൊ ഒരു റോഡ് സൈഡിൽ കൊണ്ട് വയ്ക്കുകയാണ്, അപ്പൊ അവരെന്ത് ചെയ്യും, സൊസൈറ്റിയും കൂടെ സൊസൈറ്റിയുടെ ഇതും കൂടെ മാനിച്ചുകൊണ്ടായിരിക്കും ഈ തുണിക്കട റോഡ് സൈഡിൽ വയ്ക്കുന്നത്. ടു ദ ഓണ്ടർപ്രണർ ഈസ് എൻഷുർഡ്, അതായത് അവിടെ കുറെ ഓണ്ടർപ്രണേഴ്സ് കാണും. അപ്പം ഇപ്പൊ നമ്മളൊരു തുണിക്കട തുടങ്ങിക്കാണ്, അവിടെ നമ്മളെ തുണിക്കട മാത്രമല്ല കുറെ ഓണ്ടർപ്രണേഴ്സ്, നമ്മളെ പോലത്തുള്ള കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ ഇടയിലായിരിക്കും നമ്മളൊരു തുണിക്കട എന്ത് ചെയ്ത് നടത്തുന്നത്. പക്ഷെ അത് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യണം, അതിനെ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് ഒരു തൃപ്തിയൊക്കെ എന്ത് ചെയ്യണം, വരണം. നമ്മൾ മാത്രം ആയിരിക്കൂല ഒരു എന്ത് ചെയ്ത് ഒരു ബിസിനസ് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്, പല ആൾക്കാരും കാണും. അപ്പൊ അവരൂടെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പറ്റീവ് ചെയ്ത് ജയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഫീസിബിലിറ്റി സ്റ്റഡി 2 സ്റ്റെപ്പാണ്. അതിന് മുന്നേ ഉള്ളത് ഏതാണ്, ഐഡിയ ജനറേഷന്റെ 3 സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഒരു സംരംഭത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തെല്ലാം കുറച്ച് മുൻകൂട്ടി അയാൾക്ക് എന്തെല്ലാം ഒരു കഴിവുകൾ, അങ്ങനെ പറയുന്നില്ല, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആകുമ്പോൾ അയാൾക്ക് എന്തെല്ലാം ഒരു ഫീച്ചേഴ്സ് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ആൻഡ് ഡൈനാമിക് ആക്ടിവിറ്റി. ഇതിപ്പോ പോയിന്റ് ആയിട്ടേ പറയുന്നുള്ളൂ. ഇപ്പം പരീക്ഷയ്ക്ക് ഇതിനെ വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. ഇതിപ്പം പോയിന്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിച്ച് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഇത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അഥവാ ഇതിനും ഈ ഒരു പോയിന്റിന് കുറച്ചും കൂടെ വിവരിച്ച് വേണമെന്ന് ആരെങ്കിലും ടീച്ചേഴ്സോ വല്ലതും പറയുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇത് അല്ലാതെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ എന്തായാലും ടെസ്റ്റിലുള്ള കാര്യമായിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഇത് വലിയൊരു 2 പേജ് എന്തോ ഉള്ള ഒരു ഇതാണ്. അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അത് നോട്ടായിട്ട് തരാം. ഫസ്റ്റ്, എക്കണോമിക് ആൻഡ് ഡൈനാമിക് ആക്ടിവിറ്റി. ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആകുമ്പോൾ സാമ്പത്തികമായിട്ടും ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് ഡൈനാമിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും, അതിൽ ഉണ്ടാവുമെന്നാണ്. അടുത്ത്, റിലേറ്റഡ് ടു ഇന്നോവേഷൻ. അതായത് ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ എന്ത് റിലേറ്റീവായി, ഇന്നോവേഷൻ മീൻസ് നവീകരണം. ഒരു ബിസിനസ് എന്നും ഒരേ പാടെ നിന്നാൽ മതിയോ, അതിന്റെ കുറച്ച് നവീകരണം എന്ന് പറയുമ്പോൾ കുറച്ച് മാറ്റങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, അതിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ബിസിനസ് ആകുമ്പോൾ, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആകുമ്പോൾ. ഓണ്ടർപ്രണർഷിപ്പിനെയാണ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഒരു സംരംഭം ഓണ്ടർപ്രണർ നടത്തുന്നതിനെയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇന്നോവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. എന്താണ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. അതിൽ നിന്ന് ചുമ്മാ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്തിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം, അതിൽ നിന്ന് ലാഭം കൊയ്യാക്കും പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും. പിന്നെ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ അതിൽ എന്ത് റിസ്ക്, ചിലപ്പോൾ പണത്തിന്റെ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, കസ്റ്റമർ തമ്മിലുള്ള എന്തെങ്കിലും ഇതായിരിക്കാം, എന്ത് വന്നാലും റിസ്ക് ബിയറിങ് ചെയ്യാൻ, അതായത് റിസ്ക് ബിയറിങ് മീൻസ് എന്താണ്, ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ അത് നേരിടാനുള്ള എന്താണ് ഒരു പ്രാപ്തി നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഈ 4 പോയിന്റാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇത് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടായാലുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പറ്റിയാണ് പറയുന്നത്. ഇല്ല, നേട്ടങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് മാനേജറൽ കാപ്പബിലിറ്റീസ്. അതായത് ഇപ്പം ഓണ്ടർപ്രണർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം എല്ലാത്തിനെയും മാനേജ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി, ഒരു കഴിവ് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്നത് പറ്റില്ല. ഇപ്പോൾ ഒരു കടയിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കടയൊക്കെ ഇട്ടാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കണക്കും
ചെലവ് കാര്യങ്ങളെല്ലാം എഴുതി പറക്കി അതിന്റെ എല്ലാം സകല ആ ബിസിനസിന്റെ സകല കാര്യങ്ങളും നോക്കാനുള്ള ഒരു ഇതെന്താണ് നമ്മളെ ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എ മാനേജറൽ കാപ്പബിലിറ്റീസ്, അതായത് അത് നോക്കി കണ്ട് നടത്താനുള്ള ഒരു എന്താണ് കഴിവ് നമ്മളിൽ ഉണ്ടാവുകയാണ്. ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ, അതുവഴി സംഘടനകൾ എന്ത് ചെയ്യാൻ രൂപീകരിക്കാൻ നമുക്ക് പറ്റുന്നു. ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നും പറയും. ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ നല്ല ജീവിതം നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നല്ലൊരു ജീവിതം നയിക്കുന്നു. മീൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നെ സാമ്പത്തിക, നമുക്കായാലും എന്താണ് സൊസൈറ്റിക്കായാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അടുത്തത് ചലഞ്ചസ് ഓഫ് ആൻ ഓണ്ടർപ്രണർഷിപ്പ്. ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാകുമ്പോൾ പല ചലഞ്ചസ്, ഇപ്പം ഇതിലുള്ള ചലഞ്ചസ് ഇപ്പോൾ വലിയ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ അതിലുണ്ടാവുന്ന കുറച്ച് ചലഞ്ചസ് ആണ്. ഇപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ ആ ബിസിനസ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിലെ കുറച്ച് ചലഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മേശ, ബെഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ചിലപ്പോൾ മെഷീൻ ആവാം, അങ്ങനത്തെ അതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, നമുക്കില്ല. ലാക്ക് ഓഫ് എന്ന് പറയുമ്പോൾ അതിലെന്താണ്, അത് ചിലപ്പോൾ എന്താണ് കിട്ടിയെന്ന് വരില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് കിട്ടിയെന്ന് വരില്ല. 2, നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. നമുക്ക് അതിന് ഇപ്പൊ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മുടെ കയ്യിൽ, ക്യാപിറ്റൽ മീൻസ് മൂലധനം, അതായത് നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയുള്ള പണമൊന്നും എന്ത് ചെയ്യില്ല, ഉണ്ടായിരിക്കില്ല. അഥവാ ചിലപ്പം ഇപ്പം ഒരു കുറച്ച് പണം ഉണ്ടെങ്കിൽ ഒരുവിധ സാധനങ്ങൾ വാങ്ങാം, പക്ഷെ വലിയ സാധനങ്ങളൊന്നും വാങ്ങാനുള്ള ക്യാപിറ്റൽ നമ്മളെ ഇല്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇനി മൂന്നാമത്തത് ഗ്രേറ്റ് റിസ്ക്, അതായത് വലിയ ബിസിനസ്സായാലും ചെറിയ ബിസിനസ്സിലായാലും അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങുക. ഗ്രേറ്റ് റിസ്ക് ആണ്, പോയിൻ്റായിട്ട് നോക്കി വെച്ചാൽ മതി. ഇനി അല്ലാതെ കുറച്ച് പാരഗ്രാഫായിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അത് പറഞ്ഞുതരാം. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, അതായത് നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല മുന്നേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സിനെ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് കിട്ടില്ല. ഇപ്പോൾ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ്സിന് ഒറ്റയ്ക്ക് ഒരാൾക്ക്, വലിയ ബിസിനസ് ഒരൊറ്റയ്ക്ക് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ച് ജോലിക്കാരെ വേണം. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അവൈലബിലിറ്റി ചിലപ്പം അവരെ കിട്ടിയെന്ന് എന്ത് ചെയ്യില്ല, വരില്ല. ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നൗഹ, ഇപ്പോൾ ടെക്നിക്കലായി ഇപ്പോൾ വലിയ ബിസിനസ്സിലെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും മെഷീൻസോ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിരിക്കുക. ഇപ്പം ആ ഒരു സാധനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വന്നാലോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതിയോ ഒന്നും അറിയാന്നുള്ള ആൾക്കാർക്ക്, അതാണ് നൗഹ, അതായത് ടെക്നിക്കൽ പരമായിട്ട് അറിയാന്നുള്ള ആൾക്കാർ ചിലപ്പോൾ എന്താണ് കിട്ടിയെന്ന് വരില്ല, അതിൻ്റെ ഒരു ശൂന്യതയായിരിക്കും, അവരെ തന്നെ കിട്ടിയെന്ന് വരില്ല. അപ്പം അവിടെ എന്താണ്, അപ്പം നമുക്ക് അറിഞ്ഞുകൂടാതെ വല്ലതും ചെയ്യാൻ പറ്റും, അപ്പം ഇതറിയുന്ന ആൾക്കാർക്ക് അതിൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ആബ്സെൻസ് ഓഫ് ദ സബ്ജക്റ്റ് ആസ് എ കോഴ്സ് ഇൻ അക്കാഡമിക് കരിക്കുലർ, അതായത് ഈ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് കോഴ്സ് ഇൻ അക്കാഡമിക് കരിക്കുലർ, അതായത് നമ്മുടെ സ്കൂളിലും ഇതിലൊന്നും ചിലതിൽ എന്ത് ചെയ്തില്ല, കാണില്ല. അതായത് ഈ ഒരു ഇത് പഠിച്ചുകൊണ്ട് ഈ ഒരു എന്താണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററെ അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിൽ നമ്മൾ എങ്ങനെ ബിസിനസ് തുടങ്ങാം, ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇതെല്ലാ അക്കാഡമിക് എന്താണ് കരിക്കുലത്തിലും ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യില്ല, ഉണ്ടായിരിക്കില്ല. അപ്പം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലാ പിള്ളേരും ഇതിൽ എന്താണ് പഠിച്ചൊന്ന് വച്ചേക്കും. ഒരു തൊഴിലിൻ്റെ ഒരു അവർക്ക് ആ ഒരു മുൻകൂട്ടി കാണാനും ഒരു ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ച് എന്ത് ചെയ്യുള്ളൂ. അതാണ് അബ്സെൻസ് ഓഫ് ദ സബ്ജക്റ്റ് ആസ് എ കോർ സബ്ജക്റ്റ് ഇൻ അക്കാഡമിക് കരിക്കുലം. ലാസ്റ്റ് പോയിന്റ് ലെങ്തി ആൻഡ് എന്താണ് കുംബസം പ്രൊഡ്യൂസേഴ്സ് ടു സ്റ്റാർട്ട് ബിസിനസ്. ലെങ്തി ആൻഡ് കുംബസം, അത് ലെങ്തി ആൻഡ് അതായത് ഇപ്പോൾ ഒരു ബിസിനസ് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒറ്റ സ്റ്റെപ്പിൽ നമുക്കൊരു ബിസിനസ്സുകാരെ അതൊരു നീണ്ട ഒരു ചങ്ങല പോലെയാണ്, പല പല ഘടകങ്ങൾ കടന്നാണ് ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്. ലെങ്തി ആൻഡ് എന്താണ് കുംബർസം മീൻസ് എന്താണ്, അത്രയും ലെങ്തും അത്രയും ടഫും ആയിട്ടുള്ള, ഈ ഒരു വാക്ക് വേണ്ട, അല്ലെങ്കിൽ ലെങ്തി ആൻഡ് ദി പ്രൊസീജിയേഴ്സ് ടു സ്റ്റാർട്ട്. ആ ഒരു ബിസിനസ് തുടങ്ങാൻ അത്രയും പാടാണ്, അത്രയും പാടുപെട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നല്ല വിധം നോക്കിയും കണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇത്രയാണ് ഒരു 6-7 പോയിന്റാണ് ഇതിലുള്ളത്. ചലഞ്ചസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അതൊന്നും നോക്കി വെച്ചിരിക്കണം. ഇനി അടുത്തത്
മിത്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്, അതായത് ഒരു സംരംഭത്തിന്റെ ഓരോ തെറ്റിദ്ധാരണകൾ. ഇപ്പൊ ഓരോ ഓൺടർപ്രണർ ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് പല പല എന്താണ് കുറച്ച് തെറ്റിദ്ധാരണ, മിത്സ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്ക് നോക്കാം. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഇത് നോക്കി വെച്ചേക്കണം. ഓൺടർപ്രണേഴ്സ് ആർ ഹൈ റിസ്ക് ടേക്കേഴ്സ്. അതായത് ഇപ്പോൾ ഈ തെറ്റിദ്ധാരണ ആർക്ക് തോന്നാം? ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓൺടർപ്രണർ ആണ്. അപ്പം നമ്മൾ ഓൺടർപ്രണർ ആണെങ്കിൽ നമ്മൾക്ക് വെളിയിലുള്ള സാധാരണക്കാരുള്ള ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന മിത്സ് ആണ്. അല്ലാതെ ഓൺടർപ്രണറിനുള്ള ഇത് റിയൽ ആയിട്ടുള്ള മിത്സ് ഒന്നും അല്ല. മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന കുറച്ച് മിത്സ് ആണ്, അതായത് തെറ്റിദ്ധാരണകളാണ്. ഓൺടർപ്രണർ ഹൈ റിസ്ക് ടേക്കേഴ്സ്, അതായത് മറ്റ് വെളിയിലുള്ള ആൾക്കാർ, സൊസൈറ്റിയിലുള്ള പീപ്പിൾസ് എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ ഓൺടർപ്രണേഴ്സ് എല്ലാം ഭയങ്കര റിസ്ക് ടേക്കേഴ്സ് ആണ്, അതായത് എന്തും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. എന്താണ് ഓൺടർപ്രണേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ്. അവരെല്ലാം എന്താണ് ഓൺടർപ്രണേഴ്സ് എല്ലാം ജന്മനാ വന്നതാണ്, അവരെ ഒരിക്കലും ഉണ്ടാക്കിയെടുത്തതല്ല. പക്ഷെ അത് തെറ്റാണ്. അതായത് ഓൺടർപ്രണേഴ്സ് എന്താണ് ജന്മനാ ഓൺടർപ്രണേഴ്സ് ആവുക ഇല്ല. അത് നമ്മൾ ഇങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ച് എടുത്തേ ഓൺടർപ്രണേഴ്സ് ആവുക. അപ്പം ആൾക്കാർ പറയുന്നത് എന്താണ്? ഓൺടർപ്രണേഴ്സ് ആർ ബോൺ ആണ്, അവരെ ഉണ്ടാക്കി, നോട്ട് മെയ്ഡ്, അവരെ ഉണ്ടാക്കിയെടുത്തത് അല്ല. ഓൺടർപ്രണേഴ്സ് ആർ എന്താണ് പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആണ്. അതായത് ഓൺടർപ്രണേഴ്സ് എന്താണ് ലാഭം മാത്രം നോക്കി അതായത് ലാഭം മാത്രം നോക്കി പോകുന്നവരാണ്. അതൊരു തെറ്റായ എന്താണ് തെറ്റിദ്ധാരണയാണ്. അടുത്ത്, ഓൺടർപ്രണേഴ്സ് ഗീവ് എ ലിറ്റിൽ അറ്റൻഷൻ ടു ദെയർ പേഴ്സണൽ ലൈഫ്. അവരുടേതായ പേഴ്സണൽ ലൈഫിന്, അവരുടേതായ ജീവിതത്തിൽ ഓൺടർപ്രണേഴ്സ് കുറച്ച് ശ്രദ്ധ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നൽകുന്നുള്ളൂ എന്നൊക്കെ കുറേ പേരിങ്ങനെ പറയുന്ന മിത്സാണ് പറയുന്നത്. അടുത്തത്, ഓൺടർപ്രണേഴ്സ് ആർ ഓഫ്റ്റൻ ഹൈടെക് വിസൈഡ്സ്. അവരാണ് എല്ലാം, അതായത് അവരാണ് നല്ല ബുദ്ധിയും ശക്തിയുള്ള ആൾക്കാർ. ഓൺടർപ്രണേഴ്സാണ്, അവരെ പോലെ വേറെ ആരുമില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ, ഓൺടർപ്രണേഴ്സ് ആർ ജോബ് ഹോബേഴ്സ്. ജോലി മാത്രം നോക്കി നടക്കുന്ന ആളാണ് ഓൺടർപ്രണേഴ്സ്. പക്ഷെ അത് തെറ്റാണ്. അപ്പം മറ്റുള്ളവർ പറയുന്നതാണ്, ഓൺടർപ്രണേഴ്സിനെ പറയുന്നതാണ്, ഓൺടർപ്രണേഴ്സ് ജോലി മാത്രം നോക്കുന്നത്, അതാണ് ജോബ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓൺടർപ്രണേഴ്സ് ഹാവ് ലിമിറ്റഡ് ഡെഡിക്കേഷൻ. അവർക്ക് അത്ര വലിയ ചെറിയ ഡെഡിക്കേഷനേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്രത്തോളം എന്ന് വെച്ചാൽ ഓൺടർപ്രണേഴ്സ് എല്ലാം അല്ലേ. അപ്പം മറ്റ് ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളോടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ദൈവത്തിനോടായാലും അത്രേ ഡെഡിക്കേഷനേ ഉള്ളൂ. വേറെ ലിമിറ്റഡ് ഡെഡിക്കേഷൻ ആയിരിക്കും വലിയ എന്ന് വെച്ചാൽ ഓൺടർപ്രണേഴ്സ് പിന്നെ എല്ലാം അല്ലേ, പിന്നെ ആരെ മൈൻഡ് ചെയ്യണം? പക്ഷെ ഇതൊക്കെ കുറച്ച് ഇതൊക്കെ തെറ്റായിട്ട് ഉള്ള എന്താണ് കുറച്ച് മിത്താണ്. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓൺടർപ്രണേഴ്സിനെ കുറിച്ച് തോന്നുന്ന കുറച്ച് എന്താണ് തെറ്റിദ്ധാരണകളാണ്. അപ്പം ഇതോടെ നമ്മൾ ഈ മിക്സോടെ നമ്മുടെ എന്താണ് ഈ ചാപ്റ്റർ എന്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ ബ്രീഫായിട്ട് പറഞ്ഞു തരുമോ, അങ്ങനെ വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സംശയമോ മീനിങ്ങോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മൾ ഇത്തിരി ലോങ് ആയിരുന്നു, ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.